Good afternoon, teacher. Good afternoon, Miss. Good afternoon. Teacher ഇന്ന് സാരിയാണോ കൊടുത്തേ? Hello. ടീച്ചർ ഇന്ന് സാരിയാണോ? Hello, ചുരിദാർ കണ്ടോ? ഓ ആണല്ലേ, ആ അതെ, ഇവിടെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ക്ലിയർ ആരാണ്? ഞാൻ ചൊല്ലാം, Miss. O Lord, O my soul, bless me every day. God will make a way with love and strength, blessing every moment, kindness and grace, joyful and happiness with love and strength. Okay. Thought of the day. ഞാൻ പറയാം സർ. I am Farsana. Today's thought: accept your past without regret, handle your present with confidence, and face your future with fear. Is A. Abdul Kalam, APJ Abdul Kalam, sir. Okay. Yes, good afternoon to all. ഭക്ഷണം കഴിച്ചോ എല്ലാവരും? നോട്ടീസ് കഴിച്ചു. നോമ്പൊക്കെ കഴിഞ്ഞില്ലേ? Yes. കഴിഞ്ഞില്ലേ? മിസ് നോമ്പൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള്? വിളിച്ചാ? പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. എന്തായിരുന്നു സ്പെഷ്യല്? സ്പെഷ്യല് ബിരിയാണി. തന്നെ ഉണ്ടാക്കിയതാണോ? ഞാനും ഹസ്ബൻഡും കൂടി ഉണ്ടാക്കിയതാ. നിങ്ങളോട് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കണ്ട അല്ലേ? ടീച്ചർക്ക് അറിയോ ബിരിയാണി ഉണ്ടാക്കാൻ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ? ചോറ് വെക്കുന്നതിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാവില്ല ഇങ്ങനെ വെച്ചാൽ. അത് നല്ല ക്വാളിറ്റി റൈസ് വാങ്ങിയാല് നല്ല സ്ട്രോങ് വരും. ചെയ്തിട്ടുണ്ട് എനിക്ക്, പക്ഷെ ഇപ്പൊ മടിയാണ്. അത് കുറെ സമയം എടുക്കുന്ന പരിപാടിയല്ലേ ബിരിയാണി വെക്കുമ്പോ? അല്ല, ബിരിയാണി വെക്കാൻ ഏറ്റവും സിമ്പിള്, വേഗം കഴിയും. ആണോ? അത് സമയം ചെയ്യുന്നുണ്ടോ? അല്ല, വെറും ചോറാവുമ്പോ കൊറേ കറികളൊക്കെ വേണ്ടേ, ഇതാവുമ്പോ വേഗം കഴിയും. ശരിയാണ്, നമുക്ക് കുക്കറിലെല്ലാം തന്നെ സെറ്റ് ചെയ്യാൻ അറിയും. മറ്റേ അല്ലാതെയും ചെയ്യാലോ, കുക്കറിലല്ലാതെ വെക്കാലോ. പച്ചടി, സാമ്പാർ, അവിയലെല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ബിരിയാണിയാണ് ടീച്ചർ. എത്ര പെട്ടെന്ന് ഇത് പീസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര പണിയുണ്ടെന്ന് അറിയോ? ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ എല്ലാത്തിനുള്ള. ശരിയാണ്, ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പൊ എന്താ എനിക്കറിയാം, പക്ഷെ സമയം എടുക്കും. പതുക്കെ ചെയ്യാൻ വേണ്ടി നല്ല വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. തട്ടിക്കുട്ടി പരിപാടി പറ്റില്ല. പിന്നെ ഇഷ്ടമാണ് ബിരിയാണി കഴിക്കാൻ, ഇഷ്ടമാണ്. പിന്നെ എഗ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ എളുപ്പം. പിന്നെ വെജ് റൈസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബിരിയാണിയിലൊക്കെ അധികം പോവാറില്ല. അതൊക്കെ എളുപ്പമല്ലേ? യൂട്യൂബിലൊക്കെയാണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ അതിൽ നോക്കിയിട്ട് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളുണ്ടാവൂല വീട്ടിലാണ്? മോന് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഒരാൾ മാത്രമേ ഉണ്ടാവൂ. ഉഷ കയറിയിട്ടില്ല?
ഉഷേച്ചിയാണോ? ആ ഉഷേച്ചിക്ക് അമ്പലത്തിൽ എന്തോ സപ്താഹമായതുകൊണ്ട് അവിടെ പോയി. ഞാൻ 2 ദിവസമായി കാണാത്തത്, അതുകൊണ്ട് ഇന്നലെ വിളിച്ചിരുന്നു എന്താ പറ്റിയ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ അമ്പലത്തിൽ സപ്താഹമായതുകൊണ്ട് അവിടെ പോവാറുണ്ട്, അതുകൊണ്ടാണ്. ചിലപ്പോ ലാസ്റ്റിൽ ഓടി കയറും. ഇന്നലെ അങ്ങനെ ലാസ്റ്റിൽ കയറിയിരുന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മൺഡേയും ട്യൂസ്ഡേയും ഒഴിവായിരുന്നില്ലേ മോണ്ടിസോറിക്ക്? അതെ മിസ്. ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ പോയോ ബാക്കിയുള്ളൊരു പെരുന്നാളായിട്ടൊക്കെ? Yes, teacher. ഇപ്പൊ അവിടെ വീട്ടിലാണോ, സ്വന്തം വീട്ടിലാണോ? അതെ. എല്ലാവരും ഞാൻ സുഖമായിരിക്കുന്നു? പോയിരുന്നു ടീച്ചർ, പക്ഷേ എനിക്ക് മോന് ക്ലാസ് ഉള്ളതുകൊണ്ട് 2 days മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. വേഗം വന്നു. ട്യൂസ്ഡേ നൈറ്റ് തിരിച്ചെത്തി. ഗീതയുടെ സ്വന്തം വീട് എവിടെയാ? ചെറുകുന്ന്. ഇവിടുന്ന് വണ്ണവറ പോവാനുണ്ട്. ഞാൻ ഇപ്പോ ഉള്ളത് പ്രോപ്പർ കണ്ണൂർ തന്നെയാണ് ഡിസ്ട്രിക്റ്റില്. പിന്നെ ഇവിടുന്ന് വണ്ണവർ പോവാനുണ്ട് വീട്ടിലേക്ക്. ഓക്കെ. കേൾക്കാമോ? ടീച്ചർ ഇന്ന് 4th അല്ലേ? ടീച്ചർ ഇന്ന് ബട്ടൺസിനെ കൊണ്ടുള്ള ആക്ടിവിറ്റിയുടെ ഡേറ്റ് ഇന്നാണ് പറഞ്ഞത്. 4-ാം തീയതി അല്ലേ? ചെയ്തിട്ടുണ്ടോ നിങ്ങള്? കുറച്ചുപേര് കാണിച്ചിട്ടുണ്ടോ അല്ലേ? ഞാൻ കിച്ചനെ കൊണ്ടായിരുന്നു. അഞ്ജിത കാണുന്നുണ്ടോ മിസ്സേ? ഇല്ലടാ, കാണുന്നില്ല. അഞ്ജിതനെ കണ്ടിട്ടാണോ പിൻ ചെയ്തത്? പക്ഷെ പിൻ ചെയ്യുമ്പോ കാണുന്നില്ല. പിൻ ചെയ്യാതിരിക്കാൻ പറ്റും മിസ്സേ? പിൻ ചെയ്യലില്ല. കാണിക്കൂ. കാണുന്നുണ്ടോ? ഇല്ല, ഒന്നുകൂടി ക്യാമറ ഓഫ് ചെയ്ത് ഓൺ ചെയ്തേ. ഇപ്പഴോ? ഇല്ല, ഒരു പണിയെ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കയറി ചെയ്തില്ലേ? വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ടീച്ചർ കാണിക്കും. മിസ് ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല, അഞ്ജിത കാണുന്നേ ഇല്ല. മഞ്ജുഷയുടെ കാണുന്നുണ്ടോ? മഞ്ജുഷ അനങ്ങല്ലേ? മഞ്ജുഷ ക്ലിയർ അല്ലടോ. ക്ലിയർ അല്ലേ? പക്ഷെ റേഞ്ച് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുമോ? പുറത്തേക്ക് ഒരു മിനിറ്റ്. ലൈറ്റ് അഞ്ജിത കാണിക്കൂ.
കാണിക്കൂ. മിസ് കാണുന്നുണ്ടോ? ചിതനെ എനിക്ക് കാണാം. ചിതനെ കാണാം കേട്ടോ. കാണുന്നുണ്ടോ? അഞ്ജിതയുടെ ഫേസ് കാണാം, പക്ഷെ ഇങ്ങനെ സ്ട്രക്ക് ആയിട്ട് എനിക്ക് കാണാം. ഓ അഞ്ജിത ഫ്രണ്ട് ക്യാമറയിൽ ഒന്ന് കാണിച്ചു നോക്കി അഞ്ജിത. ഏ മഞ്ജുഷ കാണാട്ടോ. റെയിൻബോ ആണോ? റെയിൻബോ. റെയിൻബോ ആണ് മിസ്, റെയിൻബോ. ഓക്കെ, താഴെ മേഘങ്ങളാണോ വെച്ചിരിക്കുന്നത്? മേഘം. വെരി ഗുഡ്, നല്ല ഐഡിയ കേട്ടോ. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചു. താങ്ക് യു. താങ്ക് യു. വേറെ ഒന്നുണ്ട്. ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. ഒന്ന് പറയാവോ മഞ്ജുഷ അത് എന്തൊക്കെയാന്ന്? അത് മിസ് അതെ പാരച്യൂട്ടാണ് ഉദ്ദേശിച്ചേ, പക്ഷെ ഉദ്ദേശിച്ചത്ര അതെ അതെ അതെ, കണ്ട മനസ്സിലാവും ബാച്ചിട്ടാണ്. ഓക്കെ, വെരി നൈസ്. താങ്ക് യു. സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഞാനാണ് ഫർസാന. ഫർസാന അനങ്ങല്ലേ, അനങ്ങല്ലേ. റേഞ്ച് പോകുന്നുണ്ടാണ് അനങ്ങല്ലേ എന്ന് പറയുന്നത് കേട്ടോ. ആ ഫർസാന എന്തത്? ആ കുഞ്ഞി പുഴുക്കള്, മരം, പിന്നെ എന്തൊക്കെയാ? ബലൂൺസോ? മുകളില് ബലൂൺസ്, പിന്നെ പുഴു, ആ ട്രീ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. നല്ല ഭംഗിയുണ്ട്. 2 കളേഴ്സ്, 3 കളേഴ്സ് മാത്രം വെച്ച് ചെയ്യുന്നല്ലേ? അതെന്റെ അത്ര ആ കളർ പറ്റുന്നുണ്ടാവുള്ളൂ. എന്തായാലും പക്ഷെ നല്ല ഭംഗിയുണ്ടോ കാണാൻ? നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് സബി. സബി കാണിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്, എനിക്ക് ഇല്ല ഓർമ്മയുണ്ട്. ഇല്ല, ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചില്ലേ ഇത്? ഇല്ല ഇല്ല. പിന്നെ ആരാ ചെയ്തത്? വേറെ ആരോ വേറൊരാളെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല ചെയ്തത്. നല്ല ഭംഗിയുണ്ട്. വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്, ഇതല്ല വേറെ മോഡലിലാ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഇതൊരെണ്ണം. നിനക്ക് മോണ്ടിസോറി വിട്ട് നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോയാലോ? ഇത് ഫ്രെയിം പോലെയാണ്. ഇതിനൊരു ഫോട്ടോ വെക്കാം. സൂപ്പർ. അഞ്ജിത, ടീച്ചർ ഒരു കാര്യം പറയട്ടെ. ഇതൊക്കെ കാണിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ വാട്സപ്പിൽ അയക്കാമോ? ആ ഓക്കെ. നമ്പർ ഒന്ന് ഷെയർ. അയക്കാം. നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. നമ്പർ ടീച്ചർ കൂടെ ടൈപ്പ് ചെയ്യാം കേട്ടോ. ആ അല്ല, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ അഞ്ജിത? ഉണ്ട്. ഇൻസ്റ്റയിൽ അയച്ചാലും മതി. പേരെന്താണ് മോളുടെ? അത് ഇൻസ്റ്റയിൽ പറയാമോ? എന്റെ നമ്പർ ഷെയർ ചെയ്താൽ മതിയോ മിസ്സേ? മതി. ഇത് നമ്മുടെ നമ്പർ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ നമ്പർ ഷെയർ ചെയ്യാം. മിസ് ഒരു ഹായ് ഇട്ടാൽ മതി. Nine 048582322. ഇനി ആരാ കളിക്കാനുള്ളേ? ഇന്ന് കുറച്ചു പേരുള്ളല്ലോ, ബാക്കിയുള്ളവർ എന്ത്? യെസ്, നമ്മള് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് എടുത്തോണ്ടിരുന്നത് അല്ലേ? ഞാനുണ്ട് കാണിക്കാൻ. ലേണിംഗ് ഡിസബിലിറ്റീസ് വരെ എടുത്തില്ലേ? പറഞ്ഞു. ഒരു വർക്ക് തന്നിരുന്നല്ലോ നിങ്ങളോട്. എന്തൊക്കെ ഡിസബിലിറ്റീസ് എന്തൊക്കെയാണ്? എന്താണ് ഗീത? കേട്ടില്ല. ഞാൻ ചെയ്തത് കാണിക്കാനുണ്ട്. എല്ലാവരും കാണിച്ചിട്ട് മെല്ലെ കാണിക്കാന്ന് വെച്ചിട്ടാണ്. പിത്തനെ കൊണ്ടാണ് ചെയ്തത്. ഓക്കെ.
എന്താ അത്? ടീച്ചർ കാണാൻ പറ്റുന്നുണ്ടോ എന്താണെന്ന് ടീച്ചർ പറയും. സ്മാർട്ട് സ്റ്റുഡന്റ് സ്മാർട്ട് സ്റ്റുഡന്റ് ആണോ? അതെ അതിന്റെ എംബ്ലാണ്. ഒരു മിനിറ്റ് അതെ ടീച്ചർ. കേട്ടോ. ഓക്കെ ടീച്ചർ. എവിടെ ഇത് എവിടെ? ആ കാണിക്കൂ, ഓപ്പൺ ആക്കൂ. ഓപ്പൺ ആണ് ടീച്ചർ. ഓപ്പൺ. കുറച്ചുകൂടി നേരെ പിടിക്കോ, നേരെ പിടിക്കോ. ഓക്കെ. ഗീത വെച്ചിട്ടാണ് ചെയ്തത്. നൈസ് ആയിട്ടുണ്ട്. ഗീത അതില്ലേ ടീച്ചർ നമ്പറിലേക്കൊന്ന് അയക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അനുജിതക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പൊ അയക്കണം. എനിക്കിപ്പോ സാറിനൊന്ന് കാണിക്കാനായിരുന്നു. ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ടീച്ചർ ഇല്ലേ നമ്മളുടെ സൈക്കോളജി എടുക്കുന്ന അയച്ചാ മതി. ഇന്ന് തന്നെ അയക്കണോ കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട്? ഓക്കെ ടീച്ചർ. ഞാനിത് വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാ. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് മെൻഷൻ ചെയ്ത് പറയണോ കേട്ടോ. ആക്ടിവിറ്റി തന്ന സമയത്ത് ചെയ്തതാന്ന് പറയണോ കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇന്നലെ നൈറ്റാണ് ചെയ്തത്. ഓക്കെ ശരി, വെരി ഗുഡ്. ഓഫ് ചെയ്യുന്നുണ്ടേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാസ്റ്ററിലേക്ക് ഇത് ആദ്യമാണ് കേട്ടോ, ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എംബ്ലം ഇത്ര ഭംഗിയായിട്ട് കാണുന്നത്. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഞാൻ പിന്നെ എനിക്ക് വെറൈറ്റി ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ തന്നെ സാർ എന്ന് ആഡ് പറഞ്ഞപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആഡ് പറഞ്ഞിരുന്നു. അതും ഞാൻ നമ്മുടെ സ്മാർട്ട് ശ്രീ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, കുറച്ച് ഡിസബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തിക്കൊണ്ടുവരാൻ. മറന്നുപോയോ? മറന്നുപോയി അല്ലേ? യെസ് ടീച്ചർ, മറന്നുപോയി. ഇപ്പൊ ടീച്ചർ പറഞ്ഞപ്പോ എപ്പോഴാ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. നോക്കുമ്പോ അവര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം എടുത്തപ്പോഴാ പറഞ്ഞത്. എന്താണ് കോമൺ സ്പെഷ്യൽ സ്കൂൾസിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ലേണിംഗ് ഡിസബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ്, ഇമോഷണൽ ബിഹേവിയർ പറഞ്ഞപ്പോ നിങ്ങളോട് ഒരു 5 എണ്ണമെങ്കിലും കണ്ടെത്തി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുക കേട്ടോ. ഒന്ന് എഴുതി വെച്ചേക്കോ. 2 എണ്ണ പറഞ്ഞത്, 2 or 3 ആണ് പറഞ്ഞത് ടീച്ചർ. 2 or 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുന്ന അത്ര കേട്ടോ. ഓക്കെ ടീച്ചർ. Okay. Yes. Students with these kind of special needs are likely to benefit from the additional education services such as different paths to teaching, the use of technology, and specifically suitable teaching area or a resource room. അതായത് നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട നീഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ് അല്ലെ. സാധാരണ കോമൺ സ്റ്റുഡൻസിന് കൊടുക്കുന്ന പോലെയല്ല നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലെ. നോർമലി എന്താണ്, അവരെന്തെങ്കിലും ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് സ്പെഷ്യൽ നീഡ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അഡീഷണൽ എഡ്യൂക്കേഷൻ സർവീസസ് തന്നെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർമൽ ക്ലാസ് ലെക്ചർ ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെ. ഡിഫറെന്റ് പാർട്ട് ഓഫ് ടീച്ചിങ് സ്വീകരിക്കേണ്ടി വരും. അതായത് അവർക്ക് മനസ്സിലാവുന്നവർക്ക് എന്താണ്, നമുക്ക് വൈകല്യങ്ങൾ ഉള്ളതിനാൽ തന്നെ അത് മറികടക്കാവുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. എങ്ങനെയുള്ള കുട്ടികൾക്ക്? ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ദെൻ യൂസ് ഓഫ് ദ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ. നമുക്ക് എനിക്ക് തോന്നുന്ന വീഡിയോസും അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ കേൾക്കുന്നതായിരിക്കും കുട്ടികൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ. അല്ലെങ്കിൽ ചിലപ്പോ അല്ലെങ്കിൽ കേൾവി ശക്തിയുള്ള കുട്ടികൾക്ക് ആ വീഡിയോ കാണുന്നതിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ഓഡിയോസ് കേൾക്കുന്ന കുട്ടികൾ, കേട്ട് മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ സ്പെഷ്യൽ നീഡ്സ് എന്താണോ അതിനാവശ്യം, അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ സ്പെസിഫിക്കലി സൂട്ടബിൾ ടീച്ചിങ് ഏരിയ. ഇനി നമുക്ക് നോർമലി ഉള്ളൊരു ക്ലാസ് റൂം പോലെ ആയിരിക്കണം അവരുടെ ക്ലാസ് റൂം. എങ്ങനെയായിരിക്കണം? സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം?
ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നമ്മളുടെ നോർമൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും ഒബ്ജക്ട്സ് ഒക്കെ കൂടുതലായിട്ട് വേണ്ടി വരും. ഉണ്ടായിരിക്കണം അല്ലെ, സ്പെസിഫിക്കലി സൂട്ടബിൾ ടീച്ചിങ് ഏരിയ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു റിസോഴ്സ്ഫുൾ റൂം ആയിരിക്കണം അല്ലെ. എല്ലാ റിസോഴ്സസും അവൈലബിൾ ആകുന്ന തരത്തിൽ ആക്ടിവിറ്റീസ് ഒക്കെ അല്ല, ഒബ്ജക്ട്സ് ഒക്കെ കൃത്യമായിട്ട് ശേഖരിക്കാൻ പറ്റുന്നത്, അതൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം ആ ഒരു സ്പെഷ്യൽ ടീച്ചിങ് ഏരിയ അല്ലെ. അവർക്ക് എന്തായാലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും എന്തുണ്ടാവും, എല്ലാത്തിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആഡ് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ടീച്ചിങ് ഏരിയ ഉണ്ടായിരിക്കണം. ഇതാണ് ഇത്തരത്തിലുള്ള ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. എന്താണ് നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പാർട്ട് ഓഫ് ടീച്ചിങ് ആയിരിക്കും. യൂസ് ഓഫ് ടെക്നോളജി ഉണ്ടായിരിക്കും. സ്പെസിഫിക്കലി സൂട്ടബിൾ ടീച്ചിങ് ഏരിയ ആൻഡ് റിസോഴ്സ് റൂം. The Montessori method of education itself is a method which helps the especially needed students to a large extent, as it's a method based on individual attention. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്? അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞു നിങ്ങൾ. ഇങ്ങനെയുള്ള ഒരു മെത്തേഡാണ് മോണ്ടിസോറിയിൽ നമുക്ക്. മോണ്ടിസറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. കുട്ടികൾക്ക് ഒരുപാട് ഫ്രീഡം കൊടുത്തിട്ടാണ് അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. യെസ്, അതായത് വ്യക്തിഗത ശ്രദ്ധ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ എന്താണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ എന്താണ് അവരുടെ എബിലിറ്റീസ് അനുസരിച്ചിട്ട് അല്ലെ, അവരുടെ മാക്സിമം അവരുടെ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് മോണ്ടിസോറി പിന്തുടരുന്നത് അല്ലെ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ അല്ലെ, ഓരോ ഇൻഡിവിജ്വലിന്റെ ഇംപ്രൂവ്മെന്റേഷൻ അല്ലെ. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഓരോ കുട്ടികളിലും വ്യത്യസ്ത എബിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ എബിലിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഓരോ ആക്ടിവിറ്റീസ് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ആ ക്ലാസ് റൂമില് മോണ്ടിസോറിയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ മറ്റു മെത്തേഡ്സിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് ഇത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. Especially needed students to large extent, as it is a method based on individual attention. പ്രത്യേകിച്ച് എന്താണിത്, വ്യക്തിഗത ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഇത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനെ നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഇത് ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഭാഗത്തിലാണ് ഇതെല്ലാം വന്നത്. ഇനി വരുന്നത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി നേച്ചർ എങ്ങനെയാണ്, അതിന്റെ നേച്ചറിൽ ശരിക്കും പറഞ്ഞത് 5 ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. 5 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും അതില്? ദ ലേണർ, ദ ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, ടീച്ചർ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നേച്ചർ എന്ന് പറയുന്നത് 5 ഘടകങ്ങളാണ്. ഒന്ന് ലേണർ, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് ആൻഡ് ടീച്ചർ. നോക്കാം. എഡ്യൂക്കേഷൻ സൈക്കോളജി is an applied branch of the subjects of psychology. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഏതിന്റെ ബ്രാഞ്ചാണ്? ബ്രാഞ്ചാണെന്നാണ് പറയുന്നത്? സബ്ജക്ട് ഓഫ് സൈക്കോളജി. യെസ്, സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്തില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജി is an applied branch of subjects of psychology. ഓക്കെ, സൈക്കോളജിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ നേച്ചർ എങ്ങനെയാണ്? ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പൊ ഇതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നേച്ചറിൽ ആദ്യം വരുന്നത് ലേണർ. ആരാണ് ലേണർ? ആരാണ്? കുട്ടികൾ. വെരി ഗുഡ്. ഒരു മിനിറ്റ്. യെസ്, ദ ലേണർ. ഒരാളൊന്ന് വായിക്കാമോ അത്? ദ ലേണർ ഒന്ന് വായിക്കൂ. പതിയെ വായിച്ചാൽ മതി.
അബി ഷമീർ വായിക്കാമോ? Yes, Miss. The learner. The subject matter of educational psychology is centered around the learner. Therefore, the need of knowing the learner and the techniques of knowing him well. The topics include the ഇമ്മേറ്റ് അല്ലേ മിസ്സേ? അവിടെ എനിക്ക് കാണില്ല, ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടാണ് വായിക്കുന്നത്. എന്താണ്? Abilities and the capacities of the individual difference and their measurements, the covered conscious as well as senseless behavior of the learner, the characteristics of his growth and development, and each stage beginning from childhood to adulthood. Okay. The learner. അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ എന്താണ്? The learner. The subject matter of education psychology is connected around the learner. Connected എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലേണറിനെ ചുറ്റിപ്പറ്റി എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. Therefore, the need of knowing the learner and techniques of knowing him well. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? The learner അല്ലെങ്കിൽ പഠിതാവിനെ, കുട്ടിയെ മനസ്സിലാക്കുക അല്ലെ? കുട്ടിയാണ് നമ്മൾ അറിയേണ്ടത്. പഠിതാവിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ആദ്യം അധ്യാപിക മനസ്സിലാക്കേണ്ടത്. അതായത് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് അവനെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവൻ ഏത് രീതിയിലായിരിക്കും അവന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാമാവുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഇനി the topic include the innate abilities of capacities of individuals. അപ്പൊ ഓരോ കുട്ടികൾക്കും എത്രത്തോളം കപ്പാസിറ്റി, ഓരോ ഇൻഡിവിജ്വൽസിന് എത്ര കപ്പാസിറ്റികൾ ഉണ്ട്, എത്രയൊക്കെ സ്കിൽസ് അവർക്കുണ്ട്, അതെല്ലാം ആദ്യം തന്നെ ടീച്ചേഴ്സ് മനസ്സിലാക്കണം. എത്ര എബിലിറ്റീസ് ആ കുട്ടിക്ക് ഉണ്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? കുട്ടിയെ അറിയാം എന്നുള്ളതാണ് the learner എന്ന് പറയുന്നത് അല്ലെ? ലേണർ ആരാണ്? പഠിതാവ് അല്ലെ? പഠിക്കുന്ന കുട്ടി. കുട്ടീനെ അറിഞ്ഞിട്ട് വേണം നമ്മള് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ അവന്റെ ലേണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ്, എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഓരോരുത്തരും എന്താണ് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. Then individual differences and their measurements. പിന്നെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഓരോ കുട്ടികളിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിയിരിക്കണം അല്ലെ? അതെങ്ങനെ? ഓരോ വ്യക്തിയിലും എന്താണ് പ്രത്യേകമായിട്ടുള്ള കപ്പാസിറ്റീസ് ആയിരിക്കും. ഒരു കുട്ടിക്ക് പാടാൻ അറിയുമെങ്കിൽ മറ്റേ കുട്ടിക്ക് എന്തായിരിക്കും? ചിത്രം വരയ്ക്കാനായിട്ടും കഴിവുള്ളത്. അപ്പൊ ചില കുട്ടികൾക്ക് എന്താണ് എല്ലാ കഴിവും കൂടെ ഒരുമിച്ചും ഉണ്ടാവും. ചിത്രം വരയ്ക്കുകയും ചെയ്യും, പാടുകയും ചെയ്യും. അപ്പൊ പലരും ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള കുട്ടികളാണ്. അപ്പൊ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ടീച്ചേഴ്സ് മനസ്സിലാക്കിയിരിക്കണം. Then they overt and covered. എന്താണ്? They overt and covered. Overt എന്ന് പറഞ്ഞ എന്താ? overt ആയിരിക്കാന്ന് പറഞ്ഞ എന്താ? പ്രത്യക്ഷമായിട്ട്. കവേർട്ട് എന്ന് പറഞ്ഞ എന്താണ്? പ്രത്യക്ഷമായിട്ട്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് കുട്ടികളില് എന്താണ് രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ്, ഉള്ളിൽ ഒരു സ്വഭാവം ഉണ്ടാവും, പുറമേ ഒരു സ്വഭാവം ഉണ്ടാവും നമ്മൾ പറയാറില്ലേ? അതെന്താ അങ്ങനെ പറയുന്നത്? പരസ്യമായ ഒരു സ്വഭാവം ഉണ്ടാവും. കുട്ടിക്ക് ക്ലാസ്സിൽ ഒരു സ്വഭാവം ഉണ്ടാവും, ഉള്ളിൽ വേറൊരു സൈസ് സ്വഭാവമായിരിക്കും. ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു നേച്ചർ കൂടി കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് ടീച്ചേഴ്സിന് സാധിക്കണം. ഓക്കെ, അപ്പൊ കുട്ടികൾ എന്താണ് ഒറ്റ സ്വഭാവമല്ല ക്ലാസ്സിൽ കാണിക്കുന്നത്, രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പരസ്യമായിട്ട് പുറമെ വേറൊരു രീതിയിലായിരിക്കും, പക്ഷെ കുട്ടി ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തം ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ എന്താണ് കോൺഷ്യസ് ആസ് വെൽ ആസ് സെൻസ്ലെസ് ബിഹേവിയർ ഓഫ് ദ ലേണർ. എന്താണ് കോൺഷ്യസ് ആസ് വെൽ ആസ് സെൻസ്ലെസ് ബിഹേവിയർ ഓഫ് ദ ലേണർ എന്ന് പറഞ്ഞാൽ? ബോധപൂർവവും വിവേകപൂർവവുമായിട്ടുള്ള ഒരു ചിന്താഗതികൾ അല്ലെ? ബോധപൂർവവും വിവേകപൂർവവുമായിട്ടുള്ള ഒരു പെരുമാറ്റം കുട്ടികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാക്കാൻ ഒരു അധ്യാപകർക്കും കഴിയേണ്ടതാണ്. ഓക്കെ, കോൺഷ്യസ് ആയിട്ടും പെരുമാറും കുട്ടികൾ എന്താണ് വളരെ ബോധപൂർവ്വം പെരുമാറുന്ന കുട്ടികളുണ്ടാവും അല്ലെ? ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ ആ ക്ലാസ്സിൽ അവന്റെ പ്രായം ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അവന്റെ കാപ്പബിലിറ്റീസ് കുറച്ച് വ്യത്യാസമായിരിക്കും അല്ലെ? അപ്പൊ നല്ല മെച്യൂർഡ് ആയിട്ട് പെരുമാറുന്ന കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും നമുക്ക്. ചില കാര്യങ്ങള് സാധാരണ പിള്ളേർ ചെയ്യുന്നതിന് കൂടുതൽ കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ട് കാണിക്കുന്ന കുട്ടികൾ, ചെറിയ പ്രായം തുടങ്ങി അങ്ങനെ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്.
ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ടീച്ചർ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ബോധപൂർവം പെരുമാറാനും അറിയാൻ പറ്റും, വിവേകപൂർവമായിട്ട് പെരുമാറാനുള്ള ഒരു കപ്പാസിറ്റി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ characteristics of his growth and development and each stages beginning from childhood to adulthood. ഇനി ഇവരുടെ ഈ പ്രത്യേകമായിട്ടുള്ള ഈ എബിലിറ്റീസ് അല്ലെങ്കിൽ കപ്പാസിറ്റീസുകള് അവരെ എന്തിനു ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. യെസ്, അവന്റെ വളർച്ചയും വികാസത്തെയും എന്താണ് കുട്ടിക്കാലത്തെയും അതായത് ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളും അഡൽട്ട്ഹുഡിലുള്ള കാര്യങ്ങൾ എന്താണ് കുട്ടിയുടെ വളർച്ചയും ഡെവലപ്മെന്റും ഒരേപോലെ തന്നെ എന്താണ് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, എന്താണത് ലേണർ എന്ന് പറയുന്നത്? എന്താണ് ലേണർ? PDF പോയോ? യെസ് ടീച്ചർ പോയി. കാണുന്നില്ലല്ലോ. ബ്ലാങ്ക് ആയിട്ടില്ലേ കാണുന്നേ? യെസ് ടീച്ചർ. എന്ത് പറ്റിയെന്നാവോ? ആവുന്നേയില്ല. കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ നിങ്ങളുടെ? നോ ടീച്ചർ, എന്റെ അടുത്ത് ടെക്സ്റ്റ് ഇല്ല. ഞാൻ PDF ഇങ്ങനെ നോക്കി എഴുതാറ്. ആണോ? ഇനിയാണോ? ഇത് ഓപ്പൺ ആവുന്നില്ലടോ. അത് കുഴപ്പമില്ല ടീച്ചർ. ടീച്ചർ പറയുമ്പോൾ അത് കേട്ടിട്ട് എഴുതാറുണ്ട്. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മള് ലേണറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ? ലേണർ എന്ന് പറയുന്നത് എന്താണ്? പഠിതാവിനെ ചുറ്റിപ്പറ്റി ആയിരിക്കണം ആദ്യം അധ്യാപിക മനസ്സിലാക്കേണ്ടത്. അതിനാൽ എന്താണ് പഠിതാവിനെ അറിയേണ്ട ആവശ്യകതയാണ്. നമ്മൾ ആദ്യം കുട്ടി അറിയാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ടീച്ചറിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അവൻ എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി അവരിൽ ഉണ്ടാകുന്ന ഓരോ ബിഹേവിയറിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതായത് അവർക്ക് പ്രത്യക്ഷത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും, അപ്രത്യക്ഷത്തിൽ മറ്റൊരു സ്വഭാവം ഉണ്ടായിരിക്കും. അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. പിന്നെന്താണ് നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിവേകപൂർവ്വമായിട്ട് പെരുമാറുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കുട്ടികൾ അതായത് ക്രിയേറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് എന്താ പറയാ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികൾ എന്താ പറയാ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതിലുള്ള പേര് പറയുള്ളൂ. ക്രിയേറ്റീവ് ആർട്സ് നിങ്ങൾക്കൊരു പേരുണ്ട്. പ്രതിഭാശാലികളല്ല, അല്ലാതെ ഒരു പേര് പറയുന്നുണ്ട് സൈക്കോളജിയിൽ. ഓക്കെ, അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലെ? ഇപ്പൊ ഓരോ കുട്ടികൾ എന്താണ് ഏറ്റവും നല്ല ഇന്റലിജൻസ് ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും അല്ലെ? നല്ല ഹൈ ഇന്റലിജൻസ് ആവറേജ് ഇന്റലിജൻസ് ഉള്ളവരുണ്ടായിരിക്കും. പിന്നെന്താണ് നല്ല കൂടുതൽ ഏറ്റവും എന്താ പറയാ ആവറേജിന് മേലെയായിട്ട് അല്ലെ അബവ് ആവറേജ് സ്റ്റുഡൻസുകൾ ഉണ്ടായിരിക്കാം, ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ടീച്ചേഴ്സിനായിരിക്കും ഇതൊക്കെ മനസ്സിലാവേണ്ടത് അല്ലെ? അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ കിട്ടുന്ന ആ ഒരു ഇതിൽ നിന്നാണ് ടീച്ചർ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് എത്രത്തോളം എന്തുണ്ട് കപ്പാസിറ്റീസുകൾ ഉണ്ടെന്ന് അധ്യാപകർക്ക് മനസ്സിലാവുന്നത് ആ ഒരു സ്കൂൾ സിറ്റുവേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ് റൂം ആ സിറ്റുവേഷനിൽ നിന്നാണ് ടീച്ചേഴ്സിന് കുട്ടികളെ മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടീച്ചർ ടെക്സ്റ്റിലൊക്കെയാണ് പറയുന്നത്, ഓപ്പൺ ആവുന്നില്ല. അടുത്ത ആരാണ്? അടുത്ത നേച്ചർ എന്ന് പറയുന്നത് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ദ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ്? ദ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പഠനാനുഭവം അല്ലെ? The learning experience. Education psychology helps in determining what learning experience are desirable, what stage growth and development of the learner, so that this experience can be acquired with the greater ease and satisfaction. Learning experience എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ PDF പോയ സമയത്ത്
PDF പോയ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു അല്ലേ? ക്ലാസ് കാണാനൊരു ബുദ്ധിമുട്ട്, അതിൽ നോക്കാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന പോയിന്റിൽ ഞാൻ പറയുന്ന വരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താണ് അപ്പൊ ഒരു നല്ലൊരു അനുഭവം കിട്ടുന്നില്ല അല്ലെ? ലേണിംഗ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടുന്നില്ല. അപ്പൊ എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എന്താ പറയാ, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? PDF കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ പറയുന്നത് ഇടക്ക് മാത്രം കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ടീച്ചറിന്റെ വീഡിയോ കാണുന്നില്ല, അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു സുഖം ഉണ്ടാവില്ല. സുഖം ഉണ്ടാവും, വളരെ ഡിസ്റ്റർബൻസ് തോന്നും അല്ലേ? അപ്പൊ അവിടെ നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സ്റ്റേജില് ഏതൊക്കെ രീതിയിലായിരിക്കും കുട്ടികൾക്ക് നമ്മൾക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ വളർച്ചയും വികാസവും ഉയർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കുട്ടികൾക്ക് നമ്മൾക്ക് എന്ത് കൊടുക്കേണ്ടത്? ആക്ടിവിറ്റീസിൽ കൊടുക്കേണ്ടത്. ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും എന്താണ് കുട്ടികളിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണം അല്ലെ? ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എന്താണ് കുട്ടി അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെ? അധ്യാപിക പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് കുട്ടി ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ അവൻ എന്താണ് നല്ല എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നല്ല രീതിയിൽ അവന് പഠനാനുഭവം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഏത് രീതിയിലുള്ള പഠനാനുഭവമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ് അല്ലെ? ടീച്ചേഴ്സ് ആണ്. ഏത് രീതിയിലുള്ള ഒരു ക്ലാസ് റൂം കുട്ടിക്ക് കൊടുക്കണം എന്ന് ടീച്ചർ കുറച്ച് ഒബ്ജക്ട്സുകൾ ഉണ്ടാക്കി കൊണ്ടുപോയി, കുറച്ച് വീഡിയോസ് ഒക്കെ റെഡിയാക്കി, കുറച്ച് ഓഡിയോസ് ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ? അത് നല്ല രീതിയിൽ ആ ക്ലാസ് എൻജോയ് ചെയ്യും. അപ്പൊ നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ എന്താണ് കുട്ടികൾക്ക് നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. മാത്രമല്ല ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മറ്റേ ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്താണ് അവനില് വളർച്ചയും വികാസവും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ രണ്ടാമത്തെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്, പഠനാനുഭവമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ രണ്ടാമത്തെ സ്വഭാവ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് വരുന്നുണ്ട്? നല്ല സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും, അവർക്ക് നല്ല സംതൃപ്തിയോടുകൂടി ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ് ടീച്ചർ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലേണിംഗ് പ്രോസസ് ആണ്. അടുത്തത് ലേണിംഗ് പ്രോസസ്. എന്താണ് ലേണിംഗ് പ്രോസസ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ എന്താണ്? ലേണർ, കുട്ടിയെ അറിഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്താണ്? പഠിതാവിനെ അറിയണം നമ്മൾ അല്ലെ? കുട്ടിയെ അറിയുക. ആഫ്റ്റർ നോയിങ് ദ ലേണർ, ശ്രദ്ധിക്കുക, ആഫ്റ്റർ നോയിങ് ദ ലേണർ and deciding what learning experience are to be provided, education psychology moves on laws, principles and theories of learning. Other items in the learning process are remembering and forgetting, perceiving, concept formation, thinking and reasoning, problem solving, transfer of learning, ways and means of efficient learning. ഈ ലേണിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കുട്ടി എങ്ങനെ നമ്മൾക്ക് ഏത് പ്രോസസ്സിൽ കൂടി കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കും? ഒരു മിനിറ്റ്, PDF കിട്ടുന്നു നോക്കട്ടെ കേട്ടോ. ഇപ്പൊ കാണാമോ? PDF കാണാമോ? നോ ടീച്ചർ. ഇപ്പൊ കാണാലോ? നോക്കി. യെസ് ടീച്ചർ. നോ വി കൻ. Yes, miss. ഓക്കെ, യെസ്, ലേണിംഗ് പ്രോസസ്. അപ്പൊ കുട്ടിയെ അറിഞ്ഞതിന് ശേഷം എന്താണ് പിന്നെ ഏതൊക്കെ രീതിയിലുള്ള പഠനാനുഭവങ്ങൾ കൊടുക്കണമെന്ന് ടീച്ചർ തീരുമാനിച്ചു. ഇനി അതെങ്ങനെയായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഏത് പ്രോസസ്സിലൂടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും? അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? എങ്ങനെ ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം? അതില് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ എന്താണ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് പഠിപ്പിക്കുന്നതിനായിട്ട്? ലോസുകളുണ്ട് അല്ലെ? ഒരുപാട് നിയമങ്ങളുണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, തിയറീസ് ഓഫ് ലേണിംഗ് ഉണ്ട്. ലേണിംഗ് തിയറീസിൽ ഒരുപാട് സൈക്കോളജിയുടെ ലേണിംഗ് തിയറീസുകൾ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഉൾപ്പെടുന്ന കുറച്ച് മെത്തേഡ്സുകൾ സ്വീകരിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നു. അതർ ഐറ്റംസ്
in the learning process are remembering and forgetting. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? മറ്റെന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പഠന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്? റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞ എന്താ? മറക്കാനും ക്ഷമിക്കാനും. മറക്കാനും ക്ഷമിക്കാനും ഓർത്തെടുക്കാൻ അല്ലേ? ഓർമ്മയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ? ഓർക്കാനുള്ള കുറച്ച് ടെക്നിക്സുകൾ അല്ലെങ്കിൽ ഓർമ്മയുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ. ദെൻ അത് സ്വീകരിക്കുന്ന റിസീവിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കോൺസെപ്റ്റ് ഫോർമേഷൻ ആശയരൂപീകരണങ്ങൾ, തിങ്കിങ് ആൻഡ് റീസണിങ് പ്രോസസ്സുകൾ, വിവിധ തരത്തിൽ ചിന്തിക്കാനുള്ള കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും കളിക്കാൻ വേണ്ടി മാത്രമല്ല അല്ലെ, ഫണ്ണല്ല. ചില കാര്യങ്ങൾ ചില ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചിലത് ചിന്തിച്ച് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് വേസ് ആൻഡ് മീൻസ് ഓഫ് എഫിഷ്യന്റ് ലേണിംഗ്. അപ്പൊ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ് കുട്ടികൾക്ക് നല്ലൊരു ലേണിംഗ് പ്രോസസ് ആയിരിക്കും, നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരു ലെക്ചർ മെത്തേഡിലൂടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള കുട്ടികളെ നോ ടീച്ചർ ബോറിംഗ് ആയിരിക്കും. പിന്നെ കുട്ടികൾക്കൊന്നും അവിടെ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? ലോസ്, പ്രിൻസിപ്പിൾസ്, ലേണിംഗ് തിയറീസിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുക. റിമെമ്പറിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ്, റിസീവിംഗ്, കോൺസെപ്റ്റ് ഫോർമേഷൻ, തിങ്കിങ് ആൻഡ് റീസണിംഗ്, പ്രോബ്ലം സോൾവിംഗ്. ഇത് പറഞ്ഞില്ല നമ്മള്. പ്രോബ്ലം സോൾവിംഗ് എന്താണ്? പ്രോബ്ലം സോൾവിംഗ് പ്രശ്നപരിഹാരം അല്ലെ? പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. സോൾവ് ചെയ്യാനായിട്ട് പല പ്രാവശ്യം ചെയ്യുമ്പോൾ അത് തെറ്റിയെന്നിരിക്കാം, എങ്കിൽ എന്താണ് അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവിടെ എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ദെൻ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? പഠന കൈമാറ്റം. പഠന കൈമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അതായത് പഠനം ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അധ്യാപകർക്ക് കഴിയണം അല്ലെ? ഒരേ മെത്തേഡ്സുകൾ ഉപയോഗിക്കാതെ. ഇപ്പൊ നമ്മൾക്ക് ഒരു പാട്ട് നമുക്ക് പാടിക്കൊടുക്കാൻ പറ്റും അല്ലെ? ഒരു പാട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാടിക്കൊടുക്കാം കുട്ടികൾക്ക്. ആ പാട്ട് അതേ വേറൊരു രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ലേ? ഒരു പോയം എന്ന് വിചാരിക്കാം, അത് നമുക്ക് മറ്റേത് രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും? ആക്ഷനിലൂടെ പഠിപ്പിക്കാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ ബോർഡിൽ എഴുതാൻ പറ്റും. ബോർഡിൽ എഴുതി വരികൾ എഴുതിയിട്ട് അത് അവിടെ നിന്ന് പാടിക്കൊടുക്കാൻ പറ്റും അല്ലെ? കാണിച്ചു കൊടുത്ത് പാടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അത് ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ ഓരോ റോൾസ് കൈകാര്യം ചെയ്തുകൊണ്ട് ഓരോ വരികൾ ഓരോ കുട്ടികളെ കൊണ്ട് പറയിക്കും. അപ്പൊ പല രീതിയിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ എന്താണ് അവിടെ പഠനം പല രീതിയിലാണ് നടക്കുന്നത് അല്ലെ? ട്രാൻസ്ഫർ ചെയ്യണം നോളജ് നമ്മൾ പല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യും. പാട്ട് നമുക്ക് നോർമലി പാടാം, ആക്ഷൻ സോങ്സിലൂടെ പാടാം, കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കാം, ഒരുമിച്ച് പാടാം. പല രീതിയിൽ മെത്തേഡ്സ് നമുക്ക് അവിടെ സ്വീകരിക്കാൻ പറ്റും. പിന്നെ ഓരോരോ ക്യാരക്ടർ ഓരോരാൾക്ക് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഓരോരോ ക്യാരക്ടർ ഓരോരാൾക്ക് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യിപ്പിക്കാം. അപ്പൊ ഡിഫറെന്റ് മെത്തേഡ്സ് നമുക്ക് ഒരു കാര്യത്തിലെ തന്നെ എന്താണ് പല വേയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം രീതികൾ ഉപയോഗിക്കാൻ എന്താണ് ലേണിംഗ് പ്രോസസ്സ് വളരെ സുഗമമായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയായിരിക്കണം നമ്മൾ ഒരു ക്ലാസ്സിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ലേണിംഗ് തിയറീസ് ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള എന്താണ് കോൺസെപ്റ്റ് ഫോർമേഷൻ ഒക്കെ പോലുള്ള വർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ മൂന്നാമത്തെ നേച്ചർ എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ് ആണ്. നാലാമത്തേത് എന്താണ്? ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്. എന്തായിരിക്കും ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? പഠന സാഹചര്യം അല്ലെങ്കിൽ പരിതസ്ഥിതി, അവരുടെ ചുറ്റുമുള്ള ആ ഒരു എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? അതായത് കുട്ടിയും അധ്യാപകനും വരുന്നതിന്റെ ഇടയിൽ ഒരു പരിസ്ഥിതി ഉണ്ട് അല്ലെ? ഇവര് രണ്ടുപേരും നിൽക്കുന്നതിന്റെ ഇടയിൽ എന്താണ് ഒരു എൻവയോൺമെന്റിലാണ് ഇവർ നിൽക്കുന്നത്. അത് ആ ഒരു എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും? വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ? ഓക്കെ, പ്രത്യേകിച്ച് നമ്മള് കിൻഡർ ഗാർട്ടൻ സ്കൂളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ് റൂമുകളായിരിക്കും. ആ ഒരു ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കളർഫുൾ ആയിരിക്കും, കുറെ പിക്ചറുകൾ കാണാൻ സാധിക്കും, ചാർട്ട്സ് ഉണ്ടാവും, ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകള്, ആർട്ട് വർക്ക്സുകള്, എല്ലാ വർക്ക്സുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു
എന്താ പറയാ, ഒരു നല്ലൊരു ഷോപ്പിൽ കയറിയ പോലെ ആയിരിക്കും ചില ക്ലാസ്സുകൾ കാണാനായിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ കിൻഡർ ഗാർഡൻ ക്ലാസ്സുകൾ നിങ്ങള്? യെസ് ടീച്ചർ, നല്ല ആനിമൽസ് ഉണ്ടാവും, മറ്റേ ജിറാഫ് ഉണ്ടാവും, എലിഫന്റ്, പിന്നെ ട്രീ ഉണ്ടാവും. ചിലപ്പോ ഒരു തീം ബേസ്ഡ് ആയിരിക്കും ക്ലാസ് കൊടുക്കുന്നത് അല്ലെ. ചിലപ്പോൾ ആനിമൽസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് മാത്രം, ബേർഡ്സ് മാത്രം, അല്ലെങ്കിൽ മിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഷേപ്സ്. ചിലപ്പോൾ ഷേപ്സ് കൊണ്ട് ഓരോരോ രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂമുകള്, അല്ല ഇനി പിക്ചർ അല്ലാതെ തന്നെ എന്താണ് ഒബ്ജക്ട്സുകൾ വെച്ചിട്ടുള്ള ക്ലാസ് റൂംസ്. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ? കുട്ടികളെ ആകർഷിക്കാൻ. യെസ്, കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളതാണ് അല്ലെ. അവർക്ക് നല്ല ഇരിക്കുന്ന ചുറ്റുപാടും എങ്ങനെയായിരിക്കും, നമുക്ക് നമ്മളായാലും കൂടി നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നമ്മളുടെ ചുറ്റുപാട് വളരെ ഭംഗിയാണെങ്കിൽ നമുക്കും എന്താണ് ഒരു സ്മൂത്ത്നെസ് ആയിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കും. അപ്പൊ അതേ സെയിം തന്നെയാണ് എന്റെ കുട്ടികൾ. അപ്പൊ അവർക്ക് അവർ അറ്റൻഷൻ പിടിച്ചു വെച്ച് അല്ലെ, മെയിൻ ആയിട്ട് ഒരു അറ്റൻഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നല്ലൊരു ചുറ്റുപാട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നതിന്റെ കാരണം. Here we deal with the environment factors and learning situation which come in the middle between the learner and the teacher. അപ്പോൾ ഒരു ടീച്ചറുടെ കുട്ടികളുടെ ആ ഒരു മിഡിൽ ഭാഗത്ത് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ചുറ്റുപാടാണ്, എൻവയോൺമെന്റ് ആണ്. ഒരു ടീച്ചറും കുട്ടി നിൽക്കുന്നത് ഒരു ക്ലാസ്സിലായിരിക്കും. ആ ക്ലാസ് എന്ന് പറയുന്നതാണ് അവരുടെ ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, topics like classroom climate and group dynamic, techniques and aids that facilitate learning and evaluation, techniques and practices, guidance and counseling, etc. for the smooth functioning of the teaching learning process. ഇനി നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ ഏതൊക്കെ തരത്തിലുള്ള ടോപ്പിക്സുകളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെ, ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. ദെൻ നല്ല രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സുകൾ, ടെക്നിക്സുകൾ ഉപയോഗിക്കുക. പിന്നെ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കും അല്ലെ. ആ കുട്ടി എത്രത്തോളം ആ വർക്ക് ചെയ്താൽ, ആ ആക്ടിവിറ്റി അവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ കുട്ടിയും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എക്സെട്ര ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അതായത് അധ്യാപന പഠന പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് അല്ലെങ്കിൽ സുഗമമായ പ്രവർത്തനത്തിന് എന്താണ് മൂല്യനിർണ്ണയവും സാങ്കേതിക വിദ്യയും സമ്പ്രദായങ്ങളും മാർഗനിർദ്ദേശവും മുതലായവ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കുട്ടിയെ ക്ലാസ്സിൽ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി നമ്മൾ അവർക്ക് കൊടുക്കണം. എന്താണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്താണ്? നല്ല വഴികാട്ടിയാണ്. യെസ്, നല്ല രീതിയിൽ മാർഗനിർദ്ദേശവും കൗൺസിലിംഗ് തുടങ്ങിയ മുതലായവ കൂടി നമ്മൾ മോട്ടിവേഷൻസ് കൂടി അല്ലെ, കുട്ടികളുടെ പ്രചോദനം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടി നമ്മൾ അത്തരത്തിലും കൂടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താ ആ ലേണിംഗ് സിറ്റുവേഷൻ, ലേണിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ ബെറ്റർ ആയിരിക്കും. അപ്പൊ ഓരോ അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തന്റെ കുട്ടിക്ക് കൊടുക്കുന്ന ക്ലാസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, വളരെ എന്താണ് ഫ്ലറിഷ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ക്ലാസ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, എനർജറ്റിക് ആയിരിക്കണം ആ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഒരു കുട്ടിയും അവിടെ മാറി നിൽക്കാനായിട്ട് പാടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അധ്യാപകരുടെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ സ്വമേധയാ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. സ്വയം നമുക്ക് തോന്നണം ഏത് രീതിയിൽ ടെക്നിക്സ് ക്ലാസ്സിൽ ഉപയോഗിക്കാം എന്ന്. അത് ഓരോ ടീച്ചേഴ്സിന്റെ കഴിവാണ്, എബിലിറ്റീസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുകൂടി പറയാം. അടുത്തത് ആരാണ്? ടീച്ചർ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലാസ്റ്റ് മേജർ എന്ന് പറയുന്നത് ടീച്ചർ ആണ്. ആരാണ്? അധ്യാപിക. ടീച്ചർ ഈസ് എ പോർട്ടന്റ് ഫോഴ്സ് ഇൻ എനി സ്കീം ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും എന്താണ് ശക്തമായ ഒരു ഘടകം തന്നെയാണ് അല്ലെ. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയാണ് അധ്യാപിക എന്ന് പറയുന്നത്. ഒരു പഠന പ്രക്രിയ സാധ്യമാകണമെങ്കിൽ ആരാണ് വേണ്ടത്? ടീച്ചർ വേണം അല്ലെ, അധ്യാപകരുണ്ടായിരിക്കണം. It discusses the role of the teacher. It indicates the need of knowing himself for the teacher to play his role properly in the process of education. His conflicts,
motivation, anxiety, adjustment level of call, etc. It throws light on the essential personality traits, interest, aptitudes, the characteristics of effective teaching, etc. So as to inspire him to become a successful teacher. ഒരു ടീച്ചർ എന്ന് പറയുമ്പോ എന്താണ് the role of the teacher എന്താണ് ക്ലാസ്സിലെ റോൾ ഓഫ് ദ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മൾ സ്വയം അറിയണം അല്ലെ, ഒരു അധ്യാപകൻ ആരാണെന്ന് നമ്മൾ സ്വയം അറിഞ്ഞിട്ട് വേണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അല്ലെ. Knowing himself for a teacher to play his role properly. നമ്മൾ ടീച്ചർ എന്താണ് ടീച്ചറുടെ റോൾ എന്ന് സ്വയം അറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ സ്വയം കണ്ടെത്തിയിട്ട് വേണ്ടി അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളുടെ പങ്ക് എന്താണ്, ഒരു ക്ലാസ്സിൽ നമ്മുടെ റോൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ആണ് അല്ലെ, നമ്മളിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. പിന്നെന്താണ്, അപ്പോ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു അധ്യാപകൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് സ്വയം അറിയുക എന്നൊരു പ്രക്രിയയാണ് അല്ലെ. നിങ്ങളിപ്പോ മോണ്ടിസോറി ക്ലാസ് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അല്ലെ. നിങ്ങൾക്ക് ടീച്ചറായി മാറിക്കൊണ്ടിരിക്കണം, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങനെയായിരിക്കും ഒരു ക്ലാസ് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ ഏകദേശ ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് അവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയാണ് അല്ലെ. നിങ്ങൾ എന്നൊരു ടീച്ചർ അല്ലെങ്കിൽ ഷബ്ന എന്ന ടീച്ചറിലെ ഫസാന എന്നൊരു ടീച്ചറിലെ ഒരുപാട് ഡെവലപ്മെന്റ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വയം അറിഞ്ഞുകൊണ്ടാണ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മാറി മാറി വരുന്നത്. ഓക്കെ, ഓരോ എബിലിറ്റീസ് ഓരോ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് അറിയുന്നില്ല. അപ്പൊ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതറിയണം, എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, എനിക്ക് ആ ക്ലാസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. നമ്മുടെ കാപ്പബിലിറ്റീസ് നമ്മളായിരിക്കും അറിയേണ്ടത്. ഓക്കെ, ഇനി ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എസെൻഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടാകും. എസെൻഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യേക സ്വഭാവ സവിശേഷതകൾ, അതായത് അവരുടെ ഇൻട്രസ്റ്റുകൾ, ആപ്റ്റിറ്റ്യൂഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, എഫക്റ്റീവ് ഓഫ് ടീച്ചിങ്, ഇതൊക്കെ എന്താണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിട്ട് അവരുടെ എല്ലാ നേച്ചറും അവരുടെ ടീച്ചിങ്ങിലായിരിക്കും അത് കാണാൻ സാധിക്കുന്നത്. അവൻ എങ്ങനെയാണോ ആ ഒരു പേഴ്സൺ എങ്ങനെയാണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതായിരിക്കും ആ ക്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അല്ലാതെ മറ്റൊരു സ്വഭാവം നമുക്ക് കാണിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരു ടീച്ചർ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, ആ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ നോളജ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ക്ലാസ് പോകുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഓരോ കാപ്പബിലിറ്റീസ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ പറയാ, സംസാരിക്കാൻ ഇഷ്ടമാണ്, അപ്പം സംസാരിക്കാൻ പറ്റും. അതിനനുസരിച്ച് അതെന്റെ കാപ്പബിലിറ്റീസ് ആണ്, അതനുസരിച്ച് എനിക്ക് എന്റെ ക്ലാസ് അങ്ങനെയാണ് എന്റെ ക്ലാസ് പോവാറ്. അപ്പൊ അറിയില്ലാത്ത ഒരു ടോപ്പിക് ആണെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും അത് പറയാനായിട്ട് ശ്രമിക്കും, അത് എന്റെ ഒരു നേച്ചറാണ്. അപ്പൊ എന്റെ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് അറിയില്ലെങ്കിൽ കൂടി എന്താണ്, ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അതില് നോക്കി അതിനെനിക്ക് പറ്റാവുന്ന രീതിയിൽ എക്സ്പ്ലനേഷൻസ് തരാനായിട്ട് ഞാൻ ശ്രമിക്കും. അത് എന്റെ നേച്ചറാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എനിക്ക് മാത്രമേ ഒരു ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? യെസ് ടീച്ചർ. യെസ്. ഇതൊക്കെ സക്സസ് ആയി വരുമ്പോൾ എന്താണ്, ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ എന്താണ്, നമ്മളൊരു നല്ല അധ്യാപകനായിട്ടുള്ള രീതിയിൽ നമുക്ക് തന്നെ സ്വയം ഒരു കോൺഫിഡൻസ് സ്വമേധയാ വന്നു കേട്ടോ. ഒരു ക്ലാസ്സിലൊന്നും അത് കിട്ടില്ല കേട്ടോ. നിങ്ങളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയി ഫസ്റ്റ് ക്ലാസ്സിലൊന്നും ചിലപ്പോൾ അത് കിട്ടില്ല. പിന്നീട് അങ്ങോട്ട് തുടർന്നുള്ള ക്ലാസ്സിലായിരിക്കും നമ്മൾ ആ ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് പോകുന്നത്. ഓക്കെ, യെസ്. നേച്ചർ കംപ്ലീറ്റ് എടുത്തിട്ടോ, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. 5 എണ്ണം നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് ടീച്ചർ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണോ കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ ടീച്ചർ, താങ്ക് യു. Okay, miss, thank you.